ഇന്ന് തിരുസഭ അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ദൃശ്യമാധ്യമങ്ങളുടെയും ടെലിവിഷന്റെയും സ്വർഗീയ കാവലാളായി വിശുദ്ധ ക്ലാരയെ കത്തോലിക്ക സഭ വണങ്ങുന്നതിന് പിന്നിൽ 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന അത്ഭുതകരമായ ഒരു ദിവ്യദർശനത്തിന്റെ കഥയുണ്ട്. വിശുദ്ധിയുടെ ഓർമ്മദിനത്തിൽ സാങ്കേതിക വിദ്യ വളരുന്ന ആധുനിക ലോകത്തും ഈ ചരിത്രം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 1253 ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. അതിന് തൊട്ടു മുൻപുള്ള ക്രിസ്മസ് രാവിലായിരുന്നു ആ അവിശ്വസനീയ സംഭവം നടക്കുന്നത്. കടുത്ത രോഗബാധ കാരണം സാൻ ദിമിയാനോ ആശ്രമത്തിലെ തന്റെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ വിശുദ്ധയ്ക്ക് സാധിച്ചിരുന്നില്ല. സന്യാസിനിമാർ എല്ലാവരും പള്ളിയിലേക്ക് പോയപ്പോൾ തനിച്ചായ ക്ലാര സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തുടർന്ന് മൈലുകൾ അകലെയുള്ള വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളും പ്രാർത്ഥനാ ഗാനങ്ങളും ഉണ്ണീശോയുടെ പുൽക്കൂടും തന്റെ മുറിയിലെ ചുവരിൽ ക്ലാര തത്സമയം കാണുകയും കേൾക്കുകയും ചെയ്തു. പിന്നീട് നടന്ന ശാസ്ത്രീയ പരിശോധനകളിലും സന്യാസിനിമാരുടെ മൊഴികളിലും ഈ അത്ഭുത ദർശനം സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി. ദൂരെ എവിടെയോ നടക്കുന്ന കാര്യങ്ങൾ ശബ്ദത്തോടും വെളിച്ചത്തോടും കൂടി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ടെലിവിഷൻ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ദൈവിക മധ്യസ്ഥയെ സഭ അന്വേഷിക്കുകയായിരുന്നു. 1958 ഫെബ്രുവരി 14 പിയൂസ് 12 മാർപ്പാപ്പയാണ് വിശുദ്ധ ക്ലാരയെ ടെലിവിഷന് മധ്യസ്ഥയായി പ്രഖ്യാപിച്ചത്. ദൂരെയുള്ള കാഴ്ചകളെ അത്ഭുതകരമായി കണ്ണുകൾക്ക് മുന്നിലെത്തിക്കുന്ന ടെലിവിഷൻ എന്ന മാധ്യമത്തിന് ദൈവികമായ ഒരു സംരക്ഷണം ആവശ്യമാണ്. അസീസിയിൽ രോഗബാധിതയായി കിടക്കയിൽ കഴിയവേ വിദൂരതയിൽ നടന്ന ക്രിസ്മസ് കുർബാന തത്സമയം ദർശിച്ച വിശുദ്ധ ക്ലാരയെ ഇതിന്റെ കാവലാളായി നിയമിക്കുന്നുവെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ വഴി രോഗികൾക്കും പ്രായമായവർക്കും വിശുദ്ധ കുർബാനയും മറ്റു പ്രാർത്ഥനകളും തത്സമയം വീട്ടിലിരുന്ന് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ക്ലാരയുടെ ദർശനത്തിന്റെ തുടർച്ചയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാധ്യമങ്ങൾ നന്മയ്ക്കും സത്യത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടാൻ വിശുദ്ധ ക്ലാരയോട് നമുക്ക് പ്രാർത്ഥിക്കാം.